ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സ്വർഗതുല്യമായ ഒരു ജീവിതമായിരിക്കും. ഈ ഭൂമിയിൽ അങ്ങനെ ജീവിക്കുന്ന, അധികാരം ആസ്വദിക്കുന്ന ഒരേയൊരു ഭരണാധികാരിയേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്വർണ്ണ കൊട്ടാരവും നൂറുകണക്കിന് കാറുകളും പരിചാരകരും മറ്റെല്ലാ സുഖസൗകര്യങ്ങളുമായി ഒരു ഭരണാധികാരി. അതെ, ഇന്ന് ഭൂമിയിൽ അങ്ങനെയൊരു ഭരണാധികാരിയുണ്ട്. ഹിസ് മെജസ്റ്റി ദ സുൽത്താൻ ആൻഡ് യാങ് ഡി പെർത്തുവാൻ ഓഫ് ബ്രൂണെ ദാറുസലാം, അഥവാ ബ്രൂണയിലെ സുൽത്താൻ. ലോകത്തെ ഭരണാധികാരികൾക്കിടയിൽ ആഡംബരത്തിൻ്റെ അവസാന വാക്കാണ് ബ്രൂണയിലെ സുൽത്താൻമാർ. നിലവിലെ സുൽത്താൻ ഹസനാൽ ബോൽക്കിയും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ്റെ ജീവിതവും അതിലെ ആഡംബരവും പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തോളം സമയം ആവശ്യമാണ്. കാരണം ഓരോ നിമിഷവും സമ്പന്നതയുടെ ചക്രവാളങ്ങൾ വികസിപ്പിച്ച് ആഡംബരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് സുഖലോലുപതയിൽ ആറാടുന്ന മനുഷ്യൻ്റെ കഥ എങ്ങനെയാണ് ചുരുക്കി പറയാനാകുക? ഇത് ബ്രൂണെ, ലോകത്ത് ഇന്നും രാജവാഴ്ച പിന്തുടരുന്ന രാജ്യങ്ങളിലൊന്ന്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപായ ബോർണിയോയുടെ വടക്ക് കിഴക്കുള്ള കൊച്ചു രാജ്യമാണിത്. വെറും 5795 ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തീർണം. ഈ ചെറിയ രാജ്യത്ത് താമസിക്കുന്നതാകട്ടെ 4.5 ലക്ഷം ജനങ്ങളും. ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരിയാണ് ഹിസ് മെജസ്റ്റി ദ സുൽത്താൻ ആൻഡ് യാങ് ഡി പെർത്തുവാൻ ഓഫ് ബ്രൂണെ ദാറുസലാം ഹാജി ഹസനൽ ബോൾക്കിയ. ഹസനൽ ബോൾക്കിയ ഇബ്നി ഒമർ അലി സൈഫുദ്ദീൻ മൂന്നാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ഇദ്ദേഹം. ഊഹക്കച്ചവടവും ഷെയർ മാർക്കറ്റും കോർപ്പറേറ്റ് ലോകവും ആ സ്ഥാനം മറ്റു പലർക്കും ചാർത്തപ്പെടുമ്പോഴും ഈ ഭരണാധികാരിയുടെ സമ്പത്തിൽ വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. എന്നുമാത്രവുമല്ല, ഓരോ നിമിഷവും അത് വർദ്ധിക്കുകയുമാണ്. കഴിഞ്ഞ 600 വർഷമായി ഒരേ രാജകുടുംബമാണ് ബ്രൂണെ ഭരിച്ചിരുന്നത്. ബ്രൂണയിലെ 29ാമത്തെ സുൽത്താനാണ് ഹസനൽ ബോൾക്കിയ. സുൽത്താൻ ഒമർ അലി സൈഫുദ്ദീൻ മൂന്നാമൻ്റെയും രാജ ഇസ്തേരി പെങ്കിരാൻ അനക് ദാമിത്തിൻ്റെയും മൂത്ത മകൻ. 1967 പിതാവിൻ്റെ സ്ഥാനത്യാഗത്തെ തുടർന്ന് ബ്രൂണയിൽ സിംഹാസനത്തിൽ അവരോധിതനായ ഹസനുൽ ബോൽക്കിയ 1984 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനവും വഹിക്കുന്നു. എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് കൂടിയാണ് ബോൽക്കിയ. രാജാവ്, പ്രധാനമന്ത്രി എന്നീ സ്ഥാനങ്ങൾക്ക് പുറമെ ധനമന്ത്രി, വിദേശകാര്യ വ്യാപാര മന്ത്രി, സായുധ സേനയുടെ കമാൻഡർ, പോലീസ് മേധാവി, പെട്രോളിയം യൂണിറ്റ് മേധാവി, ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് തലവൻ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ബ്രൂണയുടെ ഇസ്ലാം മതകാര്യ സമിതി പരമോന്നത തലവൻ എന്നീ സ്ഥാനങ്ങളും ഹസനൽ ബോൽക്കിയയുടെ ചുമലിലാണ്. ഫോബ്സ് കണക്ക് പ്രകാരം 2008 ഹസനൽ ബോൽക്കിയയുടെ ആസ്തി അവസാനമായി രേഖപ്പെടുത്തിയത്. അന്ന് അത് 1.4 ലക്ഷം കോടി രൂപയായിരുന്നു. മുടിവെട്ടാൻ മാത്രം സുൽത്താൻ ഇപ്പോഴും ഏകദേശം 15 ലക്ഷം രൂപയാണത്രേ ചെലവഴിക്കുന്നത്. അതുപോലെ ഡാർജിലിംഗിലെ പ്രത്യേക തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ചായയാണ് അദ്ദേഹം കുടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട തേയിലയുടെ വില കിലോയ്ക്ക് 1 ലക്ഷത്തോളം രൂപയാണ്. ഏകദേശം 3000 കോടി രൂപ കൊടുത്ത് സുൽത്താൻ ഒരു ബോയിങ് 747 വിമാനം വാങ്ങുകയുണ്ടായി. അതിലാണ് അദ്ദേഹം ലോകം ചുറ്റുന്നത്. സ്വർണത്തോട് ഭ്രമമുള്ള സുൽത്താൻ്റെ കൊട്ടാരത്തിലെ പല ഭാഗങ്ങളും സ്വർണത്താലുള്ളതാണെന്നും പറയപ്പെടുന്നു. സുൽത്താൻ്റെ വസതിയായ ഇസ്താന നൂറുൽ ഇമാൻ കൊട്ടാരം ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നു. 2 ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ കൊട്ടാരത്തിൻ്റെ താഴികക്കുടത്തിൽ 22 ക്യാരറ്റ് സ്വർണം പതിച്ചിട്ടുണ്ട്. ഇതിലെ വാഷ് ബേസിൻ പോലും സ്വർണ്ണമാണത്രേ. ക്ലോസറ്റിൻ്റെ കാര്യം ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പ്രകാശത്തിൻ്റെ കൊട്ടാരം എന്ന് വിളിക്കപ്പെടുന്ന വസതിയിൽ ഏകദേശം 1800 മുറികളും 250-ലധികം കുളിമുറികളുമുണ്ട്. കൂടാതെ 110 ഗ്യാരേജുകളും 5 നീന്തൽ കുളങ്ങളും 200 കുതിരകൾക്കായി എയർ കണ്ടീഷൻ ചെയ്ത ആലകളുമുണ്ട്. കൊട്ടാരത്തിൻ്റെ വില 2550 കോടി രൂപയിലധികം വരും. ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു കാർ പ്രേമിയാണ് ഈ സുൽത്താൻ. 341 ബില്യൺ രൂപ വിലമതിക്കുന്ന 7000 ആഡംബര കാറുകളാണ് സുൽത്താൻ്റെ കൈവശമുള്ളത്. സുൽത്താൻ്റെ കാറുകളുടെ ശേഖരത്തിൽ 600 റോൾസ് റോയ്സും 300 ഫെരാരി കാറുകളുമുണ്ട്. 1990കളിൽ പുറത്തിറങ്ങിയ റോൾസ് റോയ്സിന്റെ പകുതിയോളം വാങ്ങിയത് ബോൾക്കിയ കുടുംബമായിരുന്നു എന്നാണ് പറയുന്നത്. 24 ക്യാരറ്റ് സ്വർണം പൂശിയ നിരവധി കാറുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സുൽത്താന്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു റോൾസ് റോയ്സ് കാറുമുണ്ട്. കാറിന്റെ മുകളിൽ കുട ഉൾക്കൊള്ളാൻ പാകത്തിന് ഒരു തുറന്ന മേൽക്കൂരയുണ്ട്. കൂടാതെ കാർ അടിമുടി സ്വർണം പൂശിയതാണെന്നും പറയപ്പെടുന്നു. ഇനി ഉല്ലാസത്തിന് സുൽത്താന് ഒരു സ്വകാര്യ മൃഗശാലയുമുണ്ട്. അതിൽ ഏകദേശം 30 ബംഗാൾ കടുവകളുണ്ട്. ഹസനൽ ബോൾക്കിയയുടെ സന്ദർശകരുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൃഗശാല. ബാസ്കറ്റ്ബോൾ കളിക്കാനും സൈക്കിൾ ഓടിക്കാനും പാടാനും സംസാരിക്കാനും മറ്റ് മൃഗങ്ങളെ അനുകരിക്കാനും കഴിയുന്ന ഫാൽക്കണുകൾ, അരയന്നങ്ങൾ, കൊക്കുകൾ എന്നിവയും മൃഗശാലയുടെ സവിശേഷതയാണ്. ഇനി സുൽത്താന്റെ അല്പം കുടുംബവിശേഷങ്ങൾ കൂടി പറഞ്ഞു നിർത്താം. ഇത്രയും ആഡംബരത്തിൽ ജീവിക്കുന്ന സുൽത്താൻ സുഖലോലുപതയിൽ ചില്ലറക്കാരനായിരിക്കില്ലെന്ന ആമുഖത്തോടെ തന്നെ പറയാം. സുൽത്താൻ ഹസനൽ ബോൾക്കിയ 3 തവണ വിവാഹിതനായിട്ടുണ്ട്. സുൽത്താൻ ആകുന്നതിന് 2 വർഷം മുമ്പ് 1965 പെങ്കിരാൻ അനക് ഹാജ സലേഹയുമായുള്ള ആദ്യ വിവാഹം.
പിന്നീട് 1981 മറിയം അബ്ദുൽ അസീസിനെയും 2005 അസ്രിനാസ് മസാറിനെയും വിവാഹം കഴിച്ചു. മറിയം അബ്ദുൽ അസീസിൽ നിന്നും 2003 സുൽത്താൻ വിവാഹമോചനം നേടി. പിന്നീട് അസ്രിനാസുമായുള്ള ബന്ധം 2010 അവസാനിപ്പിച്ചു. സുൽത്താന്റെയും രാജ ഇസ്തേരി പെങ്കിരാൻ അനക് സലേഹയുടെയും മൂത്ത മകനായ അൽ മുഖ്തദി ബില്ല രാജകുമാരനാണ് രാജ്യത്തിന്റെ അടുത്ത കിരീടാവകാശി. 2012 കണക്കനുസരിച്ച് ഹസനാൽ ബോൾക്കിയയ്ക്ക് 3 ഭാര്യമാരിലുമായി 5 ആൺമക്കളും 7 പെൺമക്കളുമുണ്ട്. 2020 വരെയുള്ള കണക്കനുസരിച്ച് സുൽത്താന് 18 പേരക്കുട്ടികളായിരുന്നു ഉള്ളത്. 4 വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായും എണ്ണത്തിൽ വർധനവുണ്ടാകാം. കണക്ക് പുറത്തുവരാൻ സമയമെടുക്കുമെന്ന് മാത്രം.